അപ്പോൾ ഇന്ന് ഡേ 4 ആണ്. നമ്മളങ്ങനെ മലേഷ്യയിലെത്തി. ഫ്ലൈറ്റ് ഓൾറെഡി 2 മണിക്കൂർ ഡിലേ ആയിരുന്നു. ഇപ്പം കുഞ്ഞിനും കൊച്ചൂനും പനി പിടിച്ചു, 2 പേർക്ക് നല്ല പനിയാണ്. കുഞ്ഞിനും കുറേ വൊമിറ്റിംഗ് ഒക്കെ ചെയ്തവൾ, അപ്പം ആകെ തളർന്ന് നിൽക്കുക. അങ്ങനെ നമ്മൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ എക്സിറ്റ് ആയി. ഇപ്പോൾ ഗോകൈറ്റ്സിൻ്റെ ടീം നമ്മളിവിടെ വെൽക്കം ചെയ്യാൻ നിൽക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും വെളിയിൽ നോക്കാം ആൾ വന്നിട്ടുണ്ടോ ഇല്ലയെന്ന്. ഇപ്പോൾ തന്നെ ടൈം ഓൾമോസ്റ്റ് 2 AM ആയി. അപ്പോൾ നമുക്കിനിയും രാവിലെ എന്തോ ആണെന്ന് നമുക്കറിയത്തില്ല, എല്ലാവർക്കും പനിയും വയ്യാത്തതാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു അവിടുന്ന് ഗോകൈറ്റ്സിൻ്റെ ആൾക്കാർ വരാൻ വേണ്ടി, അതുകൊണ്ട് അവിടെ കുറച്ച് ടൈം പോയി. അങ്ങനെ അവിടുന്ന് ഒരു 1 hour ട്രാവലിംഗ് ഉണ്ടായിരുന്നു ഹോട്ടലിൽ. അപ്പോൾ നമ്മളിങ്ങനെ ഹോട്ടലിലെത്തി. ഇപ്പം ഓൾമോസ്റ്റ് 4 o'clock ആയി. അപ്പം ഇനിയും നമ്മൾ 10 o'clock സൈറ്റ് സീയിങ് പോകാൻ പറ്റുമെന്ന് തോന്നില്ല, കാരണം ഇവർക്ക് തീരെ വയ്യ, വൈഫിനും കുഞ്ഞിനും തീരെ വയ്യ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഹോട്ടലിലോട്ട് കയറാം. ഹോട്ടലിലോട്ട് കയറിയിട്ട് നമുക്കിനി ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കാം. ഇത് ഐബിസ് എന്ന് പറഞ്ഞൊരു 4-star ഹോട്ടലാണ്. ഇതിനകത്ത് ക്രിസ്മസിൻ്റെയൊക്കെ ഡെക്കറേഷനൊക്കെ നമുക്ക് കാണാമല്ലോ. അപ്പം എല്ലാവരും തളർന്നിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. അതാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. അങ്ങനെ നമ്മൾ മോർണിംഗ് ഞങ്ങൾ ഓൾമോസ്റ്റ് 11 o'clock ആയപ്പോൾ കഴിഞ്ഞിട്ട്, അപ്പം രാവിലത്തെ സൈറ്റ് സീയിങ്ങിന് പോകാൻ പറ്റില്ല, കാരണം വൈഫിന് രാത്രി വല്ല കുടുംബമായിരുന്നു, കുഞ്ഞിനും വയ്യ. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് മോർണിംഗിൽ അവർ പോയി, മറ്റേ ഫാമിലി പോയി സൈറ്റ് സീയിങ്ങിന്, പക്ഷേ ഞങ്ങൾ പോയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സായി. കാരണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ 7:30 to 10:30 വരെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളെന്തോ ഒരു ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ലഞ്ച് പാക്കേജിനകത്ത് ഇൻക്ലൂഡ് അല്ല, അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ്. അപ്പം 49 റിഗിട്ടാണ് ഇവിടുത്തെ റേറ്റ്. അപ്പോൾ 49 കമ്പയർ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു 45 ആ റേഞ്ച് വരും ദിറംസ് പെർ ഹെഡ്. അപ്പോൾ ഇഷ്ടംപോലെ വെറൈറ്റി ഡിഷസുകളാണ്. ഇപ്പോൾ ഈ കാണുന്ന എല്ലാം ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ 2 പേർക്കും വയ്യാത്തതുകൊണ്ട് ഫുഡൊന്നും അധികം നമ്മൾ കഴിക്കുന്നില്ല. അപ്പം സീസണൽ ഫെസ്റ്റിവൽ സീസണൽ സ്പെഷ്യൽ ഡിഷസ് ഉണ്ട്, പിന്നെ ഡെസേർട്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ മെയിൻ കോഴ്സസ് ഒക്കെ ഇഷ്ടം പോലെ. എനിക്കൊന്ന് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സീ ഫുഡാണെന്ന് തോന്നിച്ചിരി കാണുന്നതിന് അനുസരിച്ച്. പിന്നെ ലൈവ് കൗണ്ടർ ഉണ്ട്. ഇത് ക്രാബിൻ്റെ എന്തോ ഒരു സംഭവം. പിന്നെ ഇത് കുറച്ച് സാലാഡ്സ്, അവിടും പിന്നെ റൈസും എല്ലാം ഇവിടുത്തെ വരുന്നു. ആകെ ഞാൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന ചിക്കൻ കറി മാത്രമേ ഉള്ളൂ. ക്രീമി ടേസ്റ്റ് സ്വീറ്റ്സ് ഒരു കെട്ടുണ്ട്. ഇനിയും ഇഷ്ടം പോലെ ഞാൻ കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ട്രൈ ചെയ്യാം. മഞ്ചേരി ഫ്ലേവേർഡ് പല ഇത് ബാക്കിയൊക്കെ കോമൺ. ഹൽവയുടെ കൂട്ടുണ്ട്. രണ്ടെണ്ണം വെറൈറ്റി അല്ല. ജെല്ലി പ്രത്യേകിച്ച് ഇതിൽ എന്തോ മിക്സ് ചെയ്ത് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് റെസ്റ്റ് എടുത്തപ്പം ഒരു 3 o'clock ആയപ്പം 2 പേരും ഏകദേശം സെറ്റായി. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ ഇത്രയും പൈസ മുടക്കി വന്നിട്ട് പിന്നെ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തോ ചെയ്തു, ഡയറക്റ്റ് ഒരു ടാക്സി പിടിച്ചിട്ട് നമ്മൾ ഈ ലൊക്കേഷനിലോട്ട് നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്തോ ഉള്ളതെന്ന് വെച്ചാൽ ഒരു കേബിൾ കാർ
ആ ആക്ടിവിറ്റീസ് നമ്മൾ കളയണ്ടെന്ന് ചോദിച്ചിട്ട് നമ്മൾ തന്നെ ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് ഞങ്ങളപ്പോൾ നേരെ ആ ലൊക്കേഷനിലോട്ട് പോകും. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് ഓൾമോസ്റ്റ് 1 hour ട്രാവലിംഗ് ഉണ്ട്. ഇപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവാന കേബിൾ കാറിൻ്റെ അടുത്തോട്ട് പോകുന്നത്. അത് ഒരു ജെല്ലിംഗ് ഐലൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് സിംഗപ്പൂരിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്കൊന്ന് ഇവിടെ ഫുള്ളി ഹില്ലി ഏരിയാസാണ്, നല്ല ഗ്രീനറി ഇച്ചിരൂടെ നല്ലത്. അപ്പോൾ നമുക്കിത് ഫുള്ളി ഹില്ലി ഏരിയാസിലോട്ടോടെ ഈ ലൊക്കേഷനിൽ നമുക്ക് എത്തേണ്ടത്. അപ്പം ഫുള്ളി ഗ്രീനറിയാണ്. അപ്പോൾ ഈ ജെല്ലിംഗ് ഹൈലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് എലിവേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് ഈ കോലാലംപൂരിൻ്റെ. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളീ പോകുന്ന ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സൈഡിലെല്ലാം ഫോറസ്റ്റാണ് ഫുള്ള്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ മണ്ണ് വീഴാനുള്ള സാധ്യതയുണ്ട് വെളിയിലോട്ട്. അപ്പോൾ ഇവർ ഫുള്ളി 24 hours ഇവിടുത്തെ വർക്കേഴ്സ് റെഡിയാണെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ട് ലോക്കിങ് അവർ ചെയ്യുന്നുണ്ട്, ചിലയിടത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഡ്രൈവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ ഇത് കാണാമല്ലോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ചെയ്തേക്കുന്നത്. എന്തായാലും ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി എലിവേറ്റഡാണ്, മൊത്തം നല്ല ഹിൽസാണ് ഫുള്ള് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അതുകൊണ്ട് നല്ല റിസ്ക്കും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എന്തെങ്കിലും ഒന്ന് നല്ലൊരിത് വന്നു കഴിഞ്ഞാൽ ഫുള്ള് മണ്ണിങ്ങോട്ട് മറിയും. ഗ്രീനറിയാണ്, പക്ഷേ ചെറിയ റിസ്ക്കും ഉണ്ട് നമുക്ക് ഇപ്പോൾ ഈ വഴി കൂടെ പോകുമ്പോൾ. നെക്സ്റ്റ് ടോൾ ഗേറ്റ് ആയിരിക്കും. ഇതുകൂടാതെ ഒരെണ്ണോടുണ്ടായിരുന്നു ബാറ്റു കേവ്സ്, മുരുകൻ്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട് അവിടെ. പക്ഷേ അവിടെ ഓൾറെഡി നമ്മൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുക, പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെ ചെന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. മെമ്മോറിയൽ പാർക്കാണ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ലൊക്കേഷനിൽ എത്താറായി. എല്ലാം നല്ല ഗ്രീനറിയാണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊരു വയനാട്ടിൽ പോകുന്നൊരു ഫീല് പോലുണ്ട്, ഫുള്ള് ഗ്രീനറി. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലോട്ട് നോക്കാം. എന്തായാലും ഇതൊരു ഹില്ലി ഏരിയാസാണ്. അപ്പോൾ നമ്മൾ ഈ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഫുള്ള് ഹില്ലി യാത്രയായിരുന്നു. അപ്പം അകത്ത് കയറി നമുക്ക് നോക്കാം. കൊച്ചു കണ്ടോ കൊച്ചു വേണ്ട ഇവിടെ കണ്ടോണ്ട് കേബിൾ കാർ പോകുന്നുണ്ടോ? എനിക്ക് തോന്നുന്നപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ ഏകദേശം എത്താറായി. നമ്മുടെ ഈ ഡ്രൈവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി ആയിരുന്നു. പുള്ളിയുടെ ഗ്രാൻഡ് ഫാദർ പാലക്കാടാണെന്ന് പറഞ്ഞു ഒറിജിനൽ. അപ്പോൾ ഇതെല്ലാം മലയാളികൾ പിന്നെ തമിഴായി ഭയങ്കര കഥകളാണ് പുള്ളി പറഞ്ഞത്. അപ്പം പുള്ളി ഇവർ പറയുന്നത് ഇനി ഇവിടെ ആണെന്നും അധികം പ്രയോജനമില്ല, ഇനി ചിലപ്പോൾ സിംഗപ്പൂരിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയും. ഇവിടെ ബെനിഫിറ്റ്സും സബ്സിഡിയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ മലായി മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. സുഖം മേലോട്ട് നോക്കടാ. സുഖം aboard the Awana Skyway, your highway through the clouds. Enjoy the breathtaking views കാണാടി of tropical rainforest ഇഷ്ടപ്പെട്ടോ? around Resort Marketing. Next stop is Awana Station, your gateway to Genting Highlands Premium Outlet, which offers more than 150 designer brands and stores with daily savings. 并可让您每天享有高达65%的节省。感谢您搭乘雨天缆车，我祝您有快乐的旅程。 നിങ്ങൾ കണ്ടോടോ വെള്ളം ചൈനീസ് ടെമ്പിൾ. ഇതിനിടയ്ക്കൂടെ റോഡും ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ മുകളിൽ ഏറ്റവും മുകളിൽ കണ്ടത്. ആ ബിൽഡിംഗ് ആണിത്.
ഹായ്. എന്തുവാടാ ഇക്കടെ? ഇതെന്തോടാ കേബിൾ കാർ? എന്താ? ആ ആ കേബിൾ കാർ. ഇത് കേബിൾ കാറാ വരുന്നത്. എന്റെ കുഞ്ഞിന്റെ കേബിൾ കാർ. ഇതിനിടയ്ക്ക് കുറേ സ്റ്റോപ്പുകളുണ്ട്. ഇതിന് 2-3 സ്റ്റോപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതെനിക്കൊന്ന് ഫസ്റ്റ് സ്റ്റോപ്പാണ്. Station. During opening time, guests may alight here for a free stopover at Chinky Gate Temple. Embark on a cultural journey, including our iconic 9-story pagoda, Sky Terrace viewing deck, and the 15-meter tall Buddha statue. എന്തായാലും നമ്മളിത് വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര ഒരു ഇതായിരുന്നു, കാരണം മിസ്സായി പോയതിനായിരുന്നു. ഇത് അടിപൊളി വ്യൂ ആയിരുന്നു. എന്തായാലും എന്തായാലും നന്നായി. തിരിച്ചു വരുമ്പോൾ അതിലും നല്ലതാണെന്ന് ഇവർ പറയുന്നത്. കാരണം ക്ലൗഡ്സ് എല്ലാം അവിടെ വന്നു കഴിയുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും എന്ന് പറയുന്നത്. ഈ ഏരിയയിൽ നല്ല തണുപ്പാണ്, കാരണം നല്ല ഹൈലി ഹില്ലി ഏരിയാസാണ്. ഇപ്പൊ ഞങ്ങൾക്ക് പനിയൊക്കെ വന്ന് അങ്ങോട്ടൊന്നും മാറുന്നേ ഉള്ളൂ. കാരണം ഇതൊന്നൊന്നര കേബിൾ കാർ. നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, നല്ല ഡിസ്റ്റൻസ്. അതുകൊണ്ട് അതെനിക്ക് തോന്നുന്നൊരു മോളാണ് തോന്നുന്നു അവിടോട്ട് ചെല്ലുന്നത്. ആ മോളിലോട്ട് ഇറങ്ങിയിട്ട് ജസ്റ്റ് പിന്നെ റിട്ടേൺ നമ്മൾ ടിക്കറ്റ് ചെയ്യണം. അങ്ങനെ ഇത് നല്ല ഇതായിട്ടാണ് അവർ ഇപ്പോഴും ചെയ്തേക്കുന്നത്. നല്ല ഹൈറ്റിൽ വെച്ചിട്ട്. എവിടാ? അല്ലല്ല, അത് ജസ്റ്റ് കാണിച്ചേക്കും. പാർക്കാണ് അത്. വാട്ടർ അമ്യൂസ്മെന്റ് പാർക്കല്ലേ. ഇതിന്റെ ബോട്ടം നോക്കാം നമ്മളിപ്പോ എവിടെ നിൽക്കുന്നു. നമ്മൾ ഏറ്റവും ഭയങ്കര ഹയസ്റ്റ് എലിവേഷനിലേക്ക് നിൽക്കുന്നത്. ഇതാ ഏറ്റവും ഹയസ്റ്റ് എലിവേഷൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് എലിവേഷൻ ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഈ പില്ലറിന്റെ ഹൈറ്റ് ഇപ്പൊ ഏറ്റവും നമ്മൾ നേരെ താഴോട്ട് പോവാം. ഇപ്പൊ ഇതിന്റെ അടിയിലൊക്കെ ഇത് കുറെ തീം പാർക്കും ഒക്കെ ഓരോന്ന് നമ്മള് ഇന്നലെ ഇവിടെ പോയതുപോലെ തന്നെ ആ സെന്റോസ് ഐലൻഡിൽ പോയാൽ ആ സെയിം ഒരു കൺസെപ്റ്റാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്. തീം പാർക്ക് കുറെ ഉണ്ട് ഐറ്റംസ്. എല്ലാം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ക്രിസ്മസിന്റെയൊക്കെ ഓരോന്നുണ്ട് കേട്ടോ. വിളിച്ചു ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ആക്കിയേക്കുന്നു. താഴെ ഉണ്ട് ആൾക്കാരുണ്ട് കേട്ടോ. ക്ലൈമറ്റ് ആയിട്ടായിരിക്കും. വെൽക്കം ടു സ്കൈ അവന്യൂ. അപ്പോൾ ഇവിടെ ഒരു മോളുണ്ട്. അപ്പോൾ ഈ മോളിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാം. നമ്മൾ അധികം ടൈം എടുക്കുന്നില്ല. എന്തെങ്കിലും ക്രിസ്മസിൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഡെക്കറേഷനോ വല്ലതും ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. വലിയൊരു മാളാന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം ഇടത്തിലേക്ക് ഉണ്ടോന്ന് കാണാം. കുറച്ച് കണ്ട റൈറ്റ് സൈഡ് നോക്കി ഇതിലുണ്ടോ കാണാം. ഒന്നുമില്ല. എന്തെങ്കിലും അവിടെ എന്തോ ഉണ്ട് കാണാൻ. ആ താഴെ ഇങ്ങനെ നടന്ന് കാണുന്നു. അതോ താഴെ ഏറ്റവും താഴെ കുറേ ഇതുണ്ട്. ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് കൂടെ അങ്ങ് താഴെ പോകാം. ക്യാറ്റ് ഇവിടെ. ഇവിടെ ക്യാറ്റ്. നമ്മളിപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇവിടുത്തെ ഇൻഡോർ തീം പാർക്കാണ് കേട്ടോ. അപ്പം സെയിമിലേക്ക് ദുബായിലും ഉണ്ടല്ലോ ചില മോളുകളിൽ ഇൻഡോർ തീം പാർക്കുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ഗെയിംസുകളാണ്. ഇത് സെയിം നമുക്ക് ദുബായിലുണ്ട് ഈ സെയിം ഇതുപോലെ തന്നെ കൺസെപ്റ്റ്.
പക്ഷേ എനിക്കൊന്ന് ആ താഴെ എന്തോ പരിപാടി ഉണ്ട് തോന്നുന്നു കേട്ടോ. ആ ഡെക്കറേഷനൊക്കെ ഉണ്ട്, താഴെ ഡയറക്ഷൻ കാണിച്ചു. എന്തായാലും നമുക്ക് താഴെ ഒന്ന് പോയി നോക്കാം അവിടെ എന്തെങ്കിലും. ഓ, ഇപ്പോഴാണ് മനസ്സിലായി, ഇത് കോക്ക് ഫോർട്ട്സ് ഹോട്ടലിലേക്കുള്ള എൻട്രൻസ്. ഈ ഡെക്കറേഷൻ ഫുൾ അവരാണ് ചെയ്തത്. അപ്പോൾ എൻട്രൻസിലോട്ടുള്ള വഴിയാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓ, ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലൊക്കെ സ്റ്റോളുകളുണ്ടല്ലോ, എല്ലാം കൊള്ളാം. അപ്പം ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. അപ്പം ഇതിന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു എൻട്രൻസ്, ഹോട്ടലിലെ എൻട്രൻസ് ഉള്ള വഴിയാണ്. അപ്പോൾ എന്തായാലും ഇത് അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി തിരിച്ചു പോകാം. നമ്മൾ അധികം ടൈം കളയുന്നില്ല, കാരണം രണ്ടുപേർക്കും പനിയൊന്നും മാറിയതേ ഉള്ളൂ, മാറിയില്ല, ഒന്ന് ക്ഷീണമൊന്നും ഇതായിട്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ചപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ എന്നെ ഇവിടെ ഒരു അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണെന്ന് വെച്ചാൽ, എൻ്റെ റൈറ്റ് സൈഡിലൊരു എബോവ് 90-95 ആണ് എന്തായാലും ഒരു ഏജ്, ഒരു പ്രായമുള്ളൊരു ആൾ വീൽ ചെയറിലിരിക്കും. അവരെയും കൊണ്ടിവിടെ പിള്ളേർ മക്കൾ കാണിക്കാൻ കൊണ്ടുവരുന്ന ചെയ്ത് സമ്മതിക്കണം. കാരണം പുള്ളിക്ക് നടക്കാനൊന്നും കണ്ണ് വരെ കുഴിഞ്ഞങ്ങ് അകത്തായി. അങ്ങനെ നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ നേരെ കയറിയെടുത്ത് ഡെസ്റ്റിനേഷനിലോട്ട് തിരിച്ചു പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയുണ്ടെന്ന് തിരിച്ചുള്ള വ്യൂ. ഫുൾ ക്ലൗഡ്സ് ആയി. നമ്മൾ വന്ന വഴിക്ക് നമുക്ക് കാണുമെങ്കിലും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഗ്രൗണ്ട് ഫുള്ള് ക്ലൗഡ്സ് ആയി, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ള് ക്ലൗഡ്സിൻ്റെ ഇടയ്ക്ക് കൂടെ പോകുന്നത്. ആ ഫോട്ടോ നോക്കി നമ്മള് ക്ലൗഡ്സിൽ കൂടെ അടിയിലോട്ട് പോവാ. ആ അടിയിലത്തെ വ്യൂ നോക്കി കാണിച്ച് ഇങ്ങനെ കാണിച്ച് നമ്മളെന്തായാലും വന്ന ടൈമിങ്ങും ഉള്ള. ഇപ്പോൾ രാവിലെ വന്നാൽ നമുക്ക് ഈ വ്യൂ കാണാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ നല്ല ഡേ വ്യൂ, തിരിച്ചു പോകുമ്പോൾ നൈറ്റ് വ്യൂ. എന്തായാലും ഇത് നല്ല രസമായിട്ടുണ്ട് കാണാൻ. മൂടൽ മഞ്ഞ് ഫുൾ അങ്ങോട്ട് കവറായി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഫുള്ള് നമ്മളിപ്പോൾ നമ്മുടെ കേബിൾ കാർ ഫുള്ള് കവറായി. നമ്മൾ അതിനിടയ്ക്ക് കൂടെ ഇപ്പം പോകുന്നു. പിന്നെ മഞ്ഞിലോട്ട് പോവാ. കുഞ്ഞിന് നല്ല പനി അങ്ങോട്ട് മാറിയതേ ഉള്ളൂ, അതുകൊണ്ട് അവളെ തണുപ്പിന്ന് നല്ല വൃത്തിയിട്ടാക്കണം. ഓൾറെഡി 2 ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അകത്ത്, എന്നാലും തണുപ്പായതിൻ്റെ ഒരു പേടിയുണ്ട്. പിന്നെ പനി വല്ല കൂടുമോ എന്നുള്ളൊരു പേടി. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വെച്ചാൽ ചൈനീസ് ടെമ്പിളാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടായിരുന്നു. കുഴിച്ചു വെച്ചോണം. ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവുക. ഇപ്പോൾ നമ്മൾ കയറിയ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡിങ് ലാൻഡ്സ് പ്രീമിയം ഔട്ട്ലെറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സുകളുണ്ട്, നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുമായിരുന്നു. നമ്മൾ കയറുന്നില്ല, നമ്മളിനി തിരിച്ച് ഹോട്ടലിലോട്ട് തന്നെ പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. നമ്മൾ അവിടുന്ന് വേറെ ടാക്സി വിളിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് നൈറ്റ് വ്യൂ ആണ് പോകുന്നതിൻ്റെ വഴിക്കുള്ളത്. അല്ല, ആ കാണുന്ന നമ്മുടെ ട്വിൻ ടവറാണ്. നമ്മൾ നാളെ അങ്ങോട്ട് പോകുന്നത്, ട്വിൻ ടവറിൻ്റെ ഏരിയയിലേക്ക് നാളെ നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. നമ്മൾ താമസിക്കുന്ന ഐബിസ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. നമ്മുടെ സിംഗപ്പൂരിനെ അപേക്ഷിച്ച് ഈ ഹോട്ടലിനെ ഇവിടെ സ്പേഷ്യസ് ആണ്. നമുക്ക് നല്ല സ്പേസ് ഉണ്ട് നമുക്ക് കമ്പയർ ചെയ്ത് സിംഗപ്പൂർ. അപ്പോൾ ഇനിയും മുറിയിലോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ മുറിയിലൊക്കെ പോയി ഫ്രഷ് ചെയ്ത്. അപ്പോൾ ഇവിടുത്തെ ടോപ്പിലൊരു ഡിന്നറുണ്ട്, നമുക്ക് സ്കൈ വ്യൂ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ നിന്ന് കയറി ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ടോപ്പ് വ്യൂ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് വ്യൂ. നമുക്ക് വെളിയിരുന്ന് ഫുഡ് കഴിക്കാം, പക്ഷേ നമ്മൾ അകത്തിരുന്ന കഴിക്കും. ഞങ്ങളിപ്പോൾ സ്കൈ റെസ്റ്റോറൻറ്റ് ഇല്ലേ, അതിൻ്റെ ടോപ്പിൽ വന്നേക്കുക.
Tempura fish. ലംബുര ഫിഷ് ഇത് ഗ്രിൽഡ് ചിക്കൻ. Smoked grill. പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ Caramel and അപ്പോൾ ഡിന്നറെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് ഓടും. അപ്പോൾ നാളെയാണ് ഡേ 5. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.